കുഞ്ഞിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മഹിത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഗ്രാജുവലി ഈ സീരീസിനോടുള്ള ഇഷ്ടം എല്ലാവർക്കും കൂടി കൂടി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കിഡിലനായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ ലോങ് വീഡിയോ വേണമെന്ന് എല്ലാവരും പറയുന്നു. സോ ചെറിയൊരു ടാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയ്ക്കും നാളെ ഇടാൻ പോകുന്ന മിസ് മൈറ്റ് മഹിത്തിന്റെ വീഡിയോയ്ക്കും 2K ലൈക്സ് വെച്ച് 2 വീഡിയോയ്ക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ വീക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതിനു മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ഷെയർ ചെയ്തിട്ടുണ്ടെന്നും എന്തായാലും ഉറപ്പുവരുത്തി തരണം. ബിക്കോസ് ഇതുപോലെ കിടിലൻ മാൻ ഹൗസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവൻ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, നീ കുറച്ച് എനിക്ക് വേണ്ടി കാത്തു നിന്നല്ലേ. സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു വിരുന്ന് എനിക്ക് ഒരുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിനക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ അതത്ര നല്ലതല്ല. ഇതേ സമയം ഗാഡ് കാം പറയും ചെയ്യും, ഒരു കുഴപ്പമില്ല, ഇത് തന്നെ ഒത്തിരി അധികമാണ്. എങ്കി വാ അകത്തേക്ക് ഇരിക്കാം. യെസ് യങ് മാസ്റ്റർ പറഞ്ഞ് അവർ നേരെ അകത്തേക്ക് കയറി. ഇതേ സമയത്ത് ആ വാദ്യോപകരണങ്ങളായിട്ട് നേരെ കുറച്ചു പേരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞത്? ആ വിഡ്ഢിയായിട്ടുള്ള മോക്ക് ജൂൻ മൂണിന്റെ മാർഷൽ ആർട്ട് എബിലിറ്റി നഷ്ടപ്പെട്ടെന്നോ? അതെ, എന്തായാലും യഥാർത്ഥത്തിൽ മരിച്ചു. ഇപ്പോൾ ഉള്ളത് ഫേക്കാണ്. അവനെ മാർഷൽ ആർട്സ് എന്താന്ന് അറിയത്ത് പോലും ഇല്ല. സോ ടെക്നിക്കലി ഇതൊരു കള്ളമല്ല. അതിലുപരി ഇവൻ ഫേക്കാണെന്നുള്ള കാര്യം റിവീൽ ചെയ്യാനും എനിക്കൊരു ആഗ്രഹമില്ല. അങ്ങനെ അങ്ങ് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അപകടമാണ്. സോ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതെ, യങ് മാസ്റ്ററുള്ള മോക്ക് ഗ്യുൻവുണ്ണി അവന്റെ മാർഷൽ ആർട്സ് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എന്റെ ലോയൽറ്റി ഇവന്റെ കയ്യിൽ നിന്ന് നേടിയിരിക്കും. വിട്ടി, അവൻ ഓൾറെഡി പവർലെസ് ആണ്. ഇപ്പൊ അവന്റെ മാർഷൽ ആർട്ട് എബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെന്തായാലും കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ സക്സസിന് എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് മാറും. പിന്നെ നിന്നെ പോലെ ഒരുത്തൻ എന്റെ കൂടെ ഉള്ളത് അത് ശരിക്കും എനിക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നേ, അവന്റെ ഈ മാർഷൽ ആർട്ട് എബിലിറ്റീസ് അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? പിന്നെ നീ കാരണമാണ് നഷ്ടപ്പെട്ടെങ്കിലും എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീ പറഞ്ഞാൽ മതി. എന്തായാലും ആൾക്കാരൊക്കെ തെറ്റ് ചെയ്യും, ഞാൻ നിന്നോട് ക്ഷമിക്കും. ആ സമയത്ത് ഗാഡ് കാം പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, എനിക്കത് പറയാൻ സാധിക്കത്തില്ല. അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കംപ്ലീറ്റ് അടിമയാപ്പോ. അതിനെ പിന്നെ താങ്കൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം അത് താങ്കൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല. ഓ ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഒന്നുമില്ലെങ്കിലും നീ ആ ഇൻഫേമസ് പ്ലേസിലെ അസാസിൻ അല്ലേ? പെട്ടെന്നാണ് ഗാഡ് ക്യാമ്പ് ഒന്ന് ഞെട്ടിയത്. നാശം, ഈ നാറി! എന്തേ, എന്ത് പറ്റി? ഞാൻ ഇത്ര നാൾ വിചാരിച്ചെന്ന് ഇവൻ ശരിക്കും ബുദ്ധിയുണ്ട്. പക്ഷെ ഇവൻ ഇതുപോലത്തെ ഓ, അപ്പോ അതും നീ ആരോടും പറയാത്ത ഒരു സീക്രട്ട് ആയിരുന്നല്ലേ? ഇവൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ചെകഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഗാൾ ലെറ്റ് ഡൗൺ ചെയ്തു. ഹും ഹാ, എന്തായാലും കുഴപ്പമില്ല. നീ പൊക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിപ്പിച്ചോളാം. ഇതും പറഞ്ഞുകൊണ്ട് ഗാഡ് കാം അവിടുന്ന് പോകുകയും ചെയ്യും. അപ്പോഴാണ് സെക്കൻഡ് പറയുന്നത്, അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അതിലുപരി തേട് എന്തോ ഒപ്പിക്കുന്നുമുണ്ട്. ചോയിൽസാങ്, നീ എന്തായാലും പോയി ഒന്ന് ചെക്ക് ചെയ്. അവൻ എന്താണ് ഹൈഡ് ചെയ്യുന്നതെന്നും എനിക്കറിയണം. തേടിന്റെ ആ ഒരു മാർഷൽ ആർട്ട് എബിലിറ്റി നഷ്ടപ്പെട്ടാന്നും എനിക്ക് അറിയണം. നീ എയർലി പീക്കിലാണ്, അതുകൊണ്ട് നിനക്ക് അത്യാവശ്യം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചെക്ക് ചെയ്താൽ മാത്രം മതിയോ? ഹേയ്, അതിനെവിടെ ഒരു രസം ഇരിക്കുന്നു. അവന്റെ കയ്യോ കാലോ എന്തെങ്കിലും ഒടിച്ചേക്ക്. യെസ് സാർ. പിന്നെ കാണിക്കുന്നത് താഴത്ത് നമ്മുടെ ജിയോങ് നിൽക്കുന്നതാണ്. അവൻ പറയും ചെയ്യും, എൻ്റെ കയ്യിലുള്ള ഈ ഒരു സെൻസേഷൻ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് മരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ല, ഇതുപോലത്തെ ഒരു സാധനം എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ്റെ ക്യൂരിയോസിറ്റി എന്നെ കൂടിക്കൂടി വരുമായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ക്യൂരിയസ് ആണ്. എനിക്കിപ്പോൾ തന്നെ ഇതെല്ലാം അഴിച്ച് ഇതെന്താണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സാധനം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അത് നമ്മുടെ ഡിമോണിക് മോങ്ക് ആയിരുന്നു. അല്ല, എന്തു പറ്റി? പെട്ടെന്നാണ് ഡിമോണിക് മോങ്ക് അത് കണ്ടതും നിലത്തേക്ക് തല കുനിച്ച് അവിടെ ബോ ചെയ്തത്. ഡിമോണിക് മോങ്ക്, അല്ല, ഇവനിങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്നത് ശരിക്കും എന്തോ മികച്ചൊരു സാധനം തന്നെയാണ്. പക്ഷേ ഡിമോണിക് മോങ്ക് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരോ ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ ഒരു ഇൻട്രൂഡർ കടന്ന് കയറിയിരിക്കുന്നു. അതിനുശേഷം അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയായിട്ട് ആ ഒരു മാനർ കാണാൻ സാധിക്കുകയും ചെയ്യും. അവിടേക്കാണ് അവൻ ചാടി വന്നത്. ചോ ഇൽസാങ് അവനോട്ടൊരു മരക്കൊമ്പിൽ വന്നിരിക്കാൻ നേരത്ത് നമ്മുടെ ഗാഡ് ഗോച്ചാനെ കാണും. അവന് ഉറക്കം വന്നിട്ട് അവിടെ കോട്ടമായിട്ടിരിക്കുവാണ്. അത് കൊള്ളാം, യങ് മാസ്റ്ററിന് കംപ്ലീറ്റ്ലി ഇഞ്ചുറി ആയിട്ട് ഇവൻ ഇവിടെയാണോ വന്ന് നിൽക്കുന്നത്? അതിനർത്ഥം അവൻ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ റൂമിന്റെ പറ്റേ വന്ന് അകത്തേക്ക് നോക്കി. ഇതേ സമയത്ത് ജിയോങ് നല്ല ഉറക്കത്തിലാണ്. എന്ത്, ഇവന് ഉറക്കത്തിലാണോ? അപ്പൊ പിന്നെ ഗാഡ് ഗോച്ചാങ് എന്താണ് അവിടെ ചെയ്യുന്നത്? എന്തായാലും അവന്റെ ഇന്നർ എനർജി ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ്
പെട്ടെന്ന് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോ തന്നെ ഞെട്ടിത്തെറിച്ചു പോയി. അല്ല, ഈ കാണുന്നത് അവൻ നേരെ തുറക്കുകയും അത് വായിക്കുകയും ചെയ്യും. ഇത് ശരിക്കും ഉള്ളതാണ്. പക്ഷെ ഇവനെന്താണ്? ഏ അതല്ല ഇമ്പോർട്ടന്റ്. ഇതെങ്ങാനും സെക്കൻഡിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് സക്സസിന് ഒരു അപ്പർ ഹാൻഡ് കാണും. അതിനർത്ഥം ഇത് ഞങ്ങളുടെ ജയം തന്നെയാണെന്ന് പറഞ്ഞപ്പോ ജിയോങ് അവന്റെ തൊട്ട് പുറകിൽ നിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവന്റെ തലയിൽ കയറി പിടിച്ച് നേരെ നിലത്തേക്കെടുത്ത് അടിച്ചത്. അല്ലേ, ഞാൻ ഉറങ്ങാൻ നേരത്ത് നിനക്കെന്താടാ ഇവിടെ കാര്യം? നാശം, ഇവൻ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുമായിരുന്നോ? ഒന്നുമില്ലെങ്കിലും ഞാൻ ഉറങ്ങുമല്ലേ, അപ്പൊ ഞാൻ നിന്നെ ഉറക്കട്ടെ. ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങെന്ന് പറഞ്ഞ് അവൻ എന്റെ തല നിലത്തേക്ക് അട്ടിക്കാനായിട്ട് തുടങ്ങി. ഇവൻ ഇവൻ വട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ നേരെ നിലത്തേക്ക് അടിച്ച് അവന്റെ ബോധം കെടുത്തി. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവന്റെ കണ്ണ് പതുക്കെ തുറന്നു. ഇതേ സമയം ജിയോങ്ങടെ തല കീഴെ കിടക്കുകയാണ്. ഹോ, നീ എഴുന്നേറ്റോ? ഏ ബോധം വന്നപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. അവനെ തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ എവിടെയാണ്? അപ്പോഴാണ് അവൻ ആ കത്തിയെടുത്ത് മുന്നിലേക്ക് വെച്ചത്. അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാലോ? പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. അവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. എന്ത്, ഇത് ചോ ഇൽസാങ് അല്ലേ? നിനക്ക് ഇവനെ അറിയാവോ? ആ, അവന്റെ പേര് ചോ ഇൽസാങ് എന്നാണ്. സെക്കൻഡ് സണ്ണിന്റെ ഗാർഡാണ്. ഓ, സെക്കൻഡ് സണ്ണിന്റെയോ? അപ്പൊ പിന്നെ ഇവനെന്താണ്? ഏ അവനെന്തായാലും ആ മാസ്ക് ഇട്ട് വന്ന സ്ഥിതിക്ക് ആ നല്ല ഉദ്ദേശത്തോടെ അല്ല ഇവിടേക്ക് വന്നത്. അപ്പൊ പിന്നെ ഇവൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയോങ് അവനെ എടുത്ത് തോളത്ത് വെച്ചു. എന്ത്, നീ അവനെ ടോർച്ചർ ചെയ്യാൻ പോകണോ? അത് ചെയ്യല്, അവന് വെറുതെ വിടുന്നതാണ് നല്ലത്. അല്ല, അതെന്താണ്? സെക്കൻഡ്സ് ആണ്, അവന് കൂടെയുള്ളവരെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾക്കാരാണ്. ഇവനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നെങ്കിലും വെറുതെ വിടത്തില്ല. നിന്റെ പുറകെ മാറി നിക്കി, ഞാൻ ആ കാര്യം നോക്കിയോളാം പറഞ്ഞ് അവന്റെ അടുത്ത കൈയും പിടിച്ച് ഞെരുക്കി. യങ് മാസ്റ്റർ പ്ലീസ്, ഞാൻ പറയുന്നെങ്കിൽ ഇതൊട്ടും തന്നെ നല്ലതല്ല. യങ് മാസ്റ്റർ, യങ് മാസ്റ്റർ. പക്ഷെ ആര് കേൾക്കാൻ? അവൻ നേരെ അകത്തേക്ക് നടന്നു പോയി. നാശം, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അവൻ അവനവനെ കൊല്ലത്തില്ലായിരിക്കുമല്ലേ? ഏ അവൻ റെക്ലെസ് ആണ്, പക്ഷെ അവൻ ശരിക്കും സ്മാർട്ടാണ്. കൊല്ലത്തില്ല. അല്ല, അവൻ കൊല്ലത്തില്ലായിരിക്കുമല്ലേ? അങ്ങനെ പിന്നെ നമ്മൾ പ്രസന്റിലേക്ക് എത്തി. എന്നെ അഴിച്ചുവിടറാ. എന്ത്? ഞാൻ കേട്ടില്ല. നീ മര്യാദക്ക് എന്നെ അഴിച്ചുവിടുന്നതാണ് നല്ലത്. നീ എന്റെ മുഖം കണ്ട സ്ഥിതിക്ക് ഞാൻ ആരാന്ന് മനസ്സിലാക്കാണല്ലോ. ഞാൻ യങ് മാസ്റ്റർ മോക്ക് ഇപ്പിയോങ്ങിന്റെ ആളാണ്. നിന്റെ ഒരു രോമമെങ്കിലും ഇനി എന്റെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സീക്രട്ട് മാനുവൽ മര്യാദക്ക് തരുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവനെങ്കിലും യങ് മാസ്റ്റർ വെറുതെ വെച്ചേക്കും. ഇവൻ എന്തായാലും എന്നെ പേടിപ്പിച്ച കാര്യങ്ങൾ കൈവശം നോക്കാനാണ് നോക്കുന്നത്. അതെന്തായാലും നടക്കത്തില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്തായാലും കൊള്ളാം. എന്ത്? ഞാൻ കേട്ടിരുന്നു എന്റെ ചേട്ടനെ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ വലിയ കാര്യമാണെന്ന്. അതെന്തായാലും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിലും നീ ആക്ട് ചെയ്യുന്നത് എനിക്ക് കാണാലോ. അപ്പോഴേക്കും ആ കത്തി അവൻ എടുത്ത് എന്നിട്ട് പുറകിലേക്ക് ചെന്നിട്ട് പറയുകയും ചെയ്യും. ആ, ഒരു കാര്യം ചെയ്യാം, നിന്നെ അഴിച്ചു വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് അവനത് അഴിച്ചു വിടുകയും ചെയ്യും. നീ എന്നെ വെറുതെ വിട്ട് ഞാൻ കൺവിൻസ് ചെയ്തോളെന്ന് പറഞ്ഞപ്പോ അവന്റെ കൈ നേരെ നിലത്തേക്ക് വീണു. പക്ഷെ നോക്കിയപ്പോ അവന്റെ ഒരു വിരൽ അവിടെ ഇല്ലായിരുന്നു. അല്ലേ, ഇതാരുടെ വിരലാണെന്ന് നോക്കിയേ. എന്ത്, എന്റെ വിരൽ അവൻ മുറിച്ച്? പക്ഷെ എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്യാൻ അല്ല. എനിക്കത് മാത്രമല്ല, എന്റെ ശരീരവും എന്റെ ഇന്നർ എനർജിയും ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ. പേടിക്കണ്ട, ഞാൻ നിന്റെ ശരീരത്തിൽ പാരാലൈസിസ് പോയിസൺ യൂസ് ചെയ്തതാണ്. മെഡിക്കൽ ഹാൾ അടുത്തായിരുന്നല്ലോ, അവിടെയുള്ള കുറച്ച് ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്തതാണ്. കുഴപ്പമില്ല. ഒരു 2-3 മണിക്കൂറത്തേക്ക് നിന്റെ കഴുത്തിന് താഴെയുള്ള ഒന്നും നിനക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോ ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ ഓരോ സെക്കൻഡിലും നിന്റെ ഓരോ വിരല് ഞാൻ മുറിച്ചെടുത്തോണ്ടിരിക്കും. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തിനാണ് എന്റെ ബ്രദർ ഇവിടേക്ക് നിന്നെ അയച്ചത്? വെയിറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ്. ഒന്നേ, ആ കൊള്ളാം, നീ ഉത്തരം പറയാതിരിക്കുവാണോ? ഇങ്ങനെയാണെങ്കിൽ നിന്റെ കുറച്ച് വിരല് പോകുള്ളോ. 2, നിർത്തി, ഞാൻ പറയുന്ന കേൾക്ക്. 3, ഓ അടുത്തത് നിന്റെ തള്ളവരലാണല്ലോ. നിർത്ത്, ഞാൻ പറയുന്ന കേൾക്ക്. യങ് മാസ്റ്റർ എവിടെ അയച്ചത് നിന്റെ മാർഷൽ ആർട്സ് നഷ്ടപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവനാട്ടെ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു. എന്റെ മാർഷൽ ആർട്സ് നഷ്ടപ്പെട്ടെന്നോ? ഹോ, അപ്പോ അവൻ ഉറപ്പായിട്ടും കളം മാറി ചവിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോ അടുത്ത ചോദ്യം: ഗാഡ് കാം ആയിരിക്കുമല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്? അതെ. അവൻ ശരിക്കും ക്ലവറാണ്. അവൻ അവന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമൊന്നും പറഞ്ഞില്ല. പകരം അവർക്ക് ഉപകാരമുള്ളത് മാത്രം പറഞ്ഞു കൊടുത്ത്. എന്ത്, ഗാഡ് കാമിന്റെ പേര് മാത്രം പറഞ്ഞ സ്ഥിതിക്ക് ഇവനെല്ലാം തന്നെ മനസ്സിലാക്കിയോ? അപ്പോ ഗാഡ് കാം ഒരു സ്പൈ? സ്പൈ ആണെങ്കിൽ ഇവൻ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കാര്യങ്ങൾ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ,
ഇനി എന്തായാലും ചോദ്യങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഏ അല്ല, ഈ സമയത്ത് അവനൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. അവൻ ഉടനെ തന്നെ മരിക്കുമെന്ന്. അപ്പോഴാണ് അവൻ ഞെട്ടിയത്. ഞാൻ ഞാൻ എന്റെ ലോയൽറ്റി നിനക്ക് സെർച്ച് ചെയ്ത് തരാം. ഉള്ള കാര്യം പറയാലോ, നീയാണ് ശരിക്കും പെർഫെക്റ്റ് ആളെ കാൻഡിഡേറ്റ്. മാനർ മാസ്റ്ററാക്കാൻ താങ്കൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു മോങ്ക് സോർട്ട് മാനറിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ താങ്കളുടെ കൂടെ നിൽക്കാം. അല്ല, അതിലുപരി എന്റെ ജീവൻ പണയം വെച്ച് താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്നും കേൾക്ക് എന്നെ. ഓ, അങ്ങനെയാണ്. എങ്കി ഓക്കെ. സത്യം പറഞ്ഞാ നീ ഇപ്പൊ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എനിക്കുണ്ട്. അത് ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചോടെ? യെസ്, ഞാൻ രക്ഷപ്പെട്ടു. അതെ, ചോദിച്ചോളൂ. താങ്കൾ പറ. താങ്കൾ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ആ ഒരു കത്തി അവൻ കുത്തിയിറക്കി. ഏ, ആ, ആ. നിന്റെ ജീവനുണ്ടല്ലോ, അതെനിക്ക് വേണമെന്നും പറഞ്ഞ് അവന്റെ കഴുത്തങ്ങോട്ട് മുറിച്ച് കളഞ്ഞ്. എന്നിട്ട് പറയും ചെയ്യും, ആ ചോര കൂടെ ഞാനിങ്ങോട്ട് എടുക്കുവാണ്. നാ- നായ നായിന്റെ. ഈ സമയത്ത് പതുക്കെ അവന്റെ ബോധം അവന് നഷ്ടപ്പെട്ടു. ഞാൻ എത്രയൊക്കെ ഫോഴ്സ് യൂസ് ചെയ്തും എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു ഒറിജിനൽ ഇങ് ഞാൻ സ്കൂൾ ബുക്കിനകത്ത് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇത് ഒരു പ്യുവർ ഈവിലായുള്ള ഒരു പ്യുവർ ക്യൂയെ കൊണ്ട് സീൽ ചെയ്തതാണ്. സോ ഇതിൻ്റെ അകത്ത് ഇംപ്യൂർ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഇത് വീക്ക് ഓൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ ചോയിൽ സാങ്ങിന്റെ ബ്ലഡ് എന്ന് പറഞ്ഞത് ശരിക്കും ഇംപ്യൂർ ആണ്. കാര്യം അവനൊരിക്കലും ആഗ്രഹിക്കാത്ത മരണമാണ് ലഭിച്ചിട്ടുള്ളത്. സോ അത് ഇതിൻ്റെ അകത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് അല്ല ഇംപ്യൂരിറ്റിയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ കാണുന്നത് തലകീഴെ കിടന്നുകൊണ്ട് അവന്റെ കഴുത്തിൽ നിന്ന് ചോര വാർന്ന് ആ ഒരു ബുക്കിലേക്ക് നിറയുന്നതാണ്. പെട്ടെന്നാണ് അതിന്റെ പുറത്തുണ്ടായിരുന്ന ആ മുത്തുകൾ പൊട്ടാനായിട്ട് തുടങ്ങിയത്. അത് പൊട്ടിയും അത് ഫ്രീ ആകുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി അറിയാം ഇതിൻ്റെ അകത്ത് എന്താണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ കാലിന്റെ താഴത്തേക്ക് ചോര പടരാൻ തുടങ്ങിയത്. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതേസമയം ചോരയുടെ അളവ് കൂടി ആ ഒരു പെട്ടിയുടെ അകത്ത് കവിഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് അവന്റെ ചുറ്റിനും ചോര കൊണ്ട് നിറയുകയും അവൻ നിന്ന സ്ഥലം കംപ്ലീറ്റ്ലി ചോരയാൽ മൂടി കെട്ടുകയും ചെയ്തു. ഇതേ സമയം അവനൊരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. അവന്റെ മുമ്പിൽ, എന്നാൽ അവന് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ രക്തത്തിൽ എന്തോ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത് പോലെ. അത് മനുഷ്യരൂപമാണെന്ന് അവന് ഏകദേശം ഒരു ധാരണ കിട്ടി. അതിനുശേഷം അതിൻ്റെ അകന്ന് ഒരു രൂപം പുറത്തേക്ക് വരാനും തുടങ്ങി. വലിയൊരു പ്രകാശം വരുന്നുണ്ട്. പിന്നെ കാണുന്നത് അവന്റെ ചുറ്റിനും പ്യുവർ ചോരയായിരുന്നു. അവൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. അവിടെ രക്ത കളറിലെ ചിത്രശലഭങ്ങൾ പാറി പറക്കാനിട്ട് തുടങ്ങി. അതിനുശേഷം ഒരു രൂപം അവന്റെ നേരെ നടന്ന് അടുക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അവൻ രക്തത്തിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ കാണുന്നത് ആ വിചിത്രമായ രൂപം അവന്റെ അടുത്തേക്ക് നടന്ന് അടുക്കുന്നതാണ്. ആ രൂപത്തിന്റെ കാലുകളാണ് ആദ്യം കാണാൻ സാധിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, അത് ഒരു സ്ത്രീയായിരുന്നു. ഒരു ഗ്രീൻ സ്പിരിറ്റിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്നിടത്ത് ഇത് 10 മടങ്ങോളം സ്ട്രോങ്ങർ ആണ്. പ്രേതങ്ങളുടെ 5ാമത്തെ ലെവൽ ആ ഒരു ഒറിജിനൽ ബുക്ക് ഓഫ് യിങ് ആൻഡ് യാങ്ങിന്റെ അത് പരാമർശിച്ചിരിക്കുന്നത് ദി ബ്ലൂ സ്പിരിറ്റ്. ഞാൻ വിചാരിച്ചത് ഒരു ഗ്രീൻ സ്പിരിറ്റിനാണ്. പക്ഷേ ഇതെനിക്ക് ഭാഗ്യമാണോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ നേരെ മുട്ടുകുത്തി നിലത്തേക്ക് വീണുപോയി. വിധി. ആ സമയത്ത് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ അവൻ കയ്യും കുത്തി നിലത്തേക്ക്. നിന്റെ ആത്മാവിനോട് നീ വിട പറഞ്ഞിട്ട് ആ ഒരു ശരീരം നീ എനിക്ക് ഓഫർ ചെയ്തോളൂ. പ്രേതങ്ങളുടെ 5ാമത്തെ ലെവൽ ദി ബ്ലൂ സ്പിരിറ്റ്. ഏറ്റവും കൂടുതൽ ദേഷ്യവും പ്രതികാരം കൊണ്ടു നടക്കുന്ന ഒരു സ്പിരിറ്റ്സ്. അത് മാത്രമല്ല സെഞ്ചുറീസോളം ഇവർ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരി ഒരു സെർട്ടനുള്ള ഏരിയ അല്ലെങ്കിൽ ഒരു സെർട്ടനുള്ള സ്ഥലത്ത് ഇവർക്ക് അവരുടെ പവർ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സഫോക്കേഷൻ, ഹാലൂസിനേഷൻ ഇതെല്ലാം തന്നെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലുപരി 10ഓളം മന്ത്രവാദികളുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ കംപ്ലീറ്റ്ലി തളക്കാനും സാധിക്കത്തുള്ളൂ. ഇതേ സമയം അവിടെ സിമ്പിളായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവളത് ശ്രദ്ധിച്ചത്. അല്ലേ, നീ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ശരിക്കും സ്ലോ ആണ്. ഹാ, എനിക്ക് മനസ്സിലായി ആ ബുക്ക് എന്താണ് അങ്ങനെ പറഞ്ഞു വന്ന്. കാര്യം ബ്ലൂ സ്പിരിറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്. എന്ത്? പ്രേതങ്ങൾ ഏത് ലെവലാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം, അത് ശരീരമാണ്. കാര്യം നിനക്കും ഒരു ശരീരമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിനക്കെന്റെ ശരീരം വേണമെന്നല്ല പറഞ്ഞത്. ആ സമയത്ത് അവളത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. ഇത്രക്ക് നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ വന്നെടുത്തോന്ന് പറഞ്ഞപ്പോ അവളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പിന്നെ കാണുന്നത് അവന്റെ വയറിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്ന്
പോയതാണ്. നീ ശരിക്കും വിഡ്ഢിയായ ഒരു മോർട്ടലാണ്. നീ മറ്റ് ചാൻസ് എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവന്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അത് അവന്റെ മുഖത്താണ് പതിച്ചത്. പിന്നെ കാണുന്നത് വേദന കൊണ്ട് അവൻ അലറുന്നതാണ്. അവന്റെ മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ട് പോയിരുന്നു. നിനക്ക് ഇപ്പം മനസ്സിലായോ? നിനക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. സോ മര്യാദക്ക് നല്ലൊരു കുട്ടിയായിട്ട് ആ ശരീരം എനിക്ക് തരാൻ നോക്ക്. എങ്കിലും അവൻ വിട്ടുകൊടുത്തില്ല. അത് കണ്ട അവൾ ഞെട്ടുകയും ചെയ്തു. അത്രയും മുറിവുകളായിട്ടും അവനവിടെ നേരെ നിന്നു. അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു. അവന്റെ മുഖം ആ ഒരു അവസ്ഥയിലുമായി. എന്നിട്ടും അവനത് എൻഡ്യൂർ ചെയ്യുന്നു. നീ സാധാരണ ഒരു മനുഷ്യനല്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സെക്കൻഡ് അവന്റെ കാലിലേക്ക് ആ രക്തം ചെന്ന് കയറി പിടിച്ച് അവന്റെ മുകളിലേക്ക് എടുത്ത് അടിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ പറയും ചെയ്യും, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് ഒരു ഓഫർ തരാം. നീ ശരീരം എനിക്കിതാ, നിന്റെ ഒരാഗ്രഹം ഞാൻ സഫലമാക്കി തരാം. എന്ത് ആഗ്രഹമോ? അല്ല, നീ എന്താണത്? ഹേ, ഞാൻ കൈൻഡാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. കൈൻഡോ? അതെ, നീ എന്റെ ശരീരം എനിക്ക് തരുന്നതല്ലേ. ഇതിൽ എനിക്ക് വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഒരു ആഗ്രഹവുമില്ല. അപ്പൊ ഞാനിത് റിജക്ട് ചെയ്താലോ? നീ അത് റിജക്ട് ചെയ്താ നിന്നെ കൊന്നിട്ട് മറ്റൊരു മനുഷ്യനെ ഞാൻ തേടി കണ്ടുപിടിക്കും. ആ സമയത്ത് ആ രക്തം അവന്റെ കഴുത്തിൽ വലിഞ്ഞ് മുറുകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് എനിക്ക് ഒരാഗ്രഹമുണ്ട്. അതെ, ആഗ്രഹം. പറ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് എന്താണ് ഞാൻ ചെയ്ത് തരേണ്ടത്? ആരെങ്കിലും നിന്നെ പിന്നിൽ നിന്ന് കുത്തിയോ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? നിന്റെ ഫാമിലിനെ ഉപദ്രവിച്ചോ? ആരാണെന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആരായാലും അവരുടെ ശരീരം പല കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞു മാറ്റുന്നതാണ്. സോ പറ, എന്താണ് നിന്റെ ആഗ്രഹം? എനിക്കതറിയണം. എന്റെ എന്റെ ആഗ്രഹമെന്ന് പറയുന്നത്, നീ വാ മൂടി കേട്ടിട്ട് എന്റെ ഫെമിലിയർ സ്പിരിറ്റ് ആകാനായിട്ട് നോക്ക്. അത് കേട്ടപ്പോ അവൾക്ക് ദേഷ്യം വന്നു. എങ്കി ശരി, ഇത് നീയായിട്ട് വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് അവൾ അവളുടെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നീ ശരിക്കും വിഡ്ഢിയായ ഒരു മോർട്ടൽ തന്നെയാണെന്ന് പറഞ്ഞ് നൂറുകണക്കിന് അറ്റാക്സ് ആയിരുന്നു അവന്റെ നേരെ ചെയ്തത്. ലിറ്ററലി അവന്റെ ശരീരം അവിടെ ഇല്ലാണ്ടായി പോയെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ കാണുന്നത് അതെല്ലാം കൂടെ ഒരു ചോരയുടെ കടലിലേക്ക് അവനെ മുക്കി താഴ്ത്തുന്നതാണ്. നിന്റെ ശരീരത്തിലെ ഓരോ ശരീരഭാഗങ്ങളും വലിച്ചു കീറി കളയാൻ നിർത്ത്. എല്ലുകൾ പൊടിയാൻ നിർത്ത്. നീ എങ്ങനെ അത് എൻഡ്യൂർ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ആ സമയത്ത് അവൻ ആഴത്തിലേക്ക് മുങ്ങി താഴാനായിട്ട് തുടങ്ങി. രക്തത്തിലായിരുന്നു അവൻ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്നത്. ഈ ഒരു രുചി, ഇത് മാതളത്തിനെക്കാട്ടും കൈപ്പേറിയതാണ്. അതിലുപരി ഇതെന്റെ ശരീരത്ത് ഒട്ടിപ്പിടിക്കുന്നു. മെറ്റൽ പോലെ തന്നെ കുറച്ചുകൂടെ കൈപ്പേറിയത്. എന്റെ ശരീരം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് രക്തമാണെന്നാണ്. പക്ഷേ ആ സമയത്ത് അവന്റെ ശരീരത്തുണ്ടായിരുന്ന ആ വൂൺസ് ഒക്കെ പതുക്കെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനൊരു വ്യത്യസ്തതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എന്റെ റാംപേജിൽ രക്തം ഞാൻ രുചിച്ചു നോക്കിയിരുന്നു. പക്ഷേ അന്നുള്ളത് വെച്ച് നോക്കാൻ നേരത്ത് ഇതിന് എന്തൊരു വ്യത്യസ്തതയുണ്ട്. അന്ന് ഓരോരുത്തരുടെ ശരീരം, അവരുടെ ജീവൻ എന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ എനിക്ക് ജീവൻ എന്തെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അത് അത് മരണമാണ്. അടുത്ത സെക്കൻഡിലാണ് അതെല്ലാം പൊട്ടി പൊളിയാൻ തുടങ്ങിയത്. നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അത് കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. ഇതെല്ലാം തന്നെ ഒരു ഇല്യൂഷനാണെന്ന് പറഞ്ഞ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് അവള് നേരെ ബാക്കിലേക്ക് തിരിച്ച് പോകുന്നതാണ്. അതേസമയം ജിയോങ്ങിന്റെ ചുറ്റിനുണ്ടായിരുന്ന ആ ഒരു കടൽ, രക്തത്തിന്റെ കടൽ അവിടെ മാഞ്ഞുപോയി. ആ സമയത്ത് അത്ഭുതത്തോടെ അവള് നോക്കിക്കൊണ്ട് നിന്നു. അല്ല, അത് അത് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ നേരത്ത് അവനായിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്.